ശ്രീജിത്ത് പണിക്കർ, കാര്യങ്ങൾ ഇത്ര പറയുന്ന പോലെ ബൽദേവ് പറയുന്ന പോലെ ഇത്ര ലളിതമാണോ? മഞ്ജുഷ്, നമ്മുടെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു റാലി നടത്തുകയാണ്. അത് വിശദീകരണ റാലി എന്നോ പ്രതിരോധ റാലി എന്നോ ഒക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു റാലിയാണ്. അപ്പോൾ ആ റാലിയിൽ എന്തുകൊണ്ടാണ് LDF-ന്റെ പ്രധാനപ്പെട്ട നേതാവും CPM-ന്റെ തന്നെ പ്രധാനപ്പെട്ട നേതാവും LDF-ന്റെ കൺവീനറുമായിട്ടുള്ള ഒരാൾ പങ്കെടുക്കാത്തത് എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യം വരുന്ന സമയത്ത് ശ്രീ ബലദേവ് ഒക്കെ ഇത് എന്തോ പ്രശ്നമുള്ള റാലിയാണ്, അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പങ്കെടുക്കേണ്ടതില്ല എന്ന ധ്വനിയാണ് അദ്ദേഹം ഈ പറയുന്നതിലുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. LDF-ന് നേതൃത്വം നൽകുന്ന പാർട്ടി എന്ന് പറയുന്നത് CPM ആണ്. CPM നടത്തുന്ന ജനകീയ പ്രതിരോധ യാത്രയിൽ എന്തുകൊണ്ടാണ് LDF-ന്റെ കൺവീനറും CPM-ന്റെ സമുന്നതനായ നേതാവുമായിട്ടുള്ള ശ്രീ EP ജയരാജൻ പങ്കെടുക്കാത്തത്? അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ, അദ്ദേഹം സ്ഥലത്തില്ലായിരുന്നെങ്കിൽ ഒക്കെ ശരിയാണ്. ജാഥയിലെ സ്ഥിരാംഗമല്ല എന്നുള്ള മറുപടി അല്ല, ജാഥയിലെ സ്ഥിരാംഗങ്ങൾക്ക് മാത്രമേ അതിൽ പങ്കെടുക്കാൻ കഴിയൂ എന്നായിരുന്നുവെങ്കിൽ ഈ പറയുന്ന നേതാക്കന്മാരൊന്നും തന്നെ പങ്കെടുക്കുമായിരുന്നില്ല. നമുക്കറിയാം, ഏതാണ്ട് 5 or 6 അങ്ങനെ എന്തോ ആൾക്കാരാണ് അതിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിട്ടുള്ള സ്ഥിരാംഗങ്ങളായിട്ടുള്ള ആൾക്കാർ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ആരും പങ്കെടുക്കേണ്ട. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടെ പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ LDF-ന്റെ പ്രതിനിധികൾ പറയുന്നത് എന്താണ്? CPM-ന്റെ പ്രധാനപ്പെട്ട ഒരു ജാഥയിൽ LDF കൺവീനർ ആയതുകൊണ്ട് അദ്ദേഹം പങ്കെടുക്കേണ്ടതില്ല, കാരണം അത് LDF-ന്റേതായിട്ടുള്ള ഒരു പദ്ധതി അല്ലല്ലോ. അങ്ങനെ എന്നു മുതലാണ് ശ്രീ EP ജയരാജന് CPM-ൽ ഒരു അയിത്തം ഉണ്ടായത്? LDF-ന്റേത് മാത്രമായിട്ടുള്ള ഒരു കാര്യത്തിൽ മാത്രം അദ്ദേഹം ഇൻവോൾവ് ആയാൽ മതി എന്ന രീതിയിലത്തേക്ക് എപ്പോഴാണ് ഒരു തീരുമാനമുണ്ടായത്? ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, ശ്രീ EP ജയരാജൻ ഈ റാലിയിൽ പങ്കെടുക്കുമോ, ഈ റാലിയോട് സഹകരിക്കുമോ, ഈ കാര്യങ്ങളെ പറ്റി ഈ സമയത്ത് വ്യക്തതയുള്ളത് ശ്രീ EP ജയരാജന് മാത്രമാണ്. നിലവിൽ വന്നിരിക്കുന്ന വിവരമനുസരിച്ചും ശ്രീ പ്രദീപ് പിള്ളയുമായി നടത്തിയിരിക്കുന്ന അഭിമുഖത്തിലും അദ്ദേഹം പറയുന്നതനുസരിച്ച് അങ്ങനെ ഒരു അദ്ദേഹത്തിന്റെ ഒരു പങ്കാളിത്തത്തിന്റെ ആവശ്യമില്ല എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് മഞ്ജുഷ് ഇവിടെ പറഞ്ഞതുപോലെ അദ്ദേഹം പറയുന്നത് എല്ലാ ആൾക്കാരും പങ്കെടുക്കണമെന്നുണ്ടോ, താങ്കൾ പങ്കെടുക്കുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് പോലും അദ്ദേഹം പങ്കെടുക്കുമെന്നോ പങ്കെടുക്കില്ല എന്നോ പറയുന്നില്ല. പക്ഷെ അത് വളരെ രസകരമായ ഒരു മറുപടിയല്ലേ, എല്ലാവരും പങ്കെടുക്കണോ എന്ന്. ഈ സമീപകാലത്ത് ഫ്ലൈറ്റിൽ വെച്ച് മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ യൂത്ത് കോൺഗ്രസിന്റെ 2 നേതാക്കൾ വന്ന സമയത്ത് EP ആണല്ലോ തടഞ്ഞത്. അതിനെപ്പറ്റി EP പറഞ്ഞ വാചകങ്ങളുണ്ട്. ഓരോ പ്രവർത്തകന്റെയും, CPM-ന്റെ ഓരോ പ്രവർത്തകന്റെയും ഉത്തരവാദിത്തമാണ് ചങ്കിലെ ചോര കൊടുത്ത് പിണറായി വിജയനെ സംരക്ഷിക്കുക എന്നുള്ളത്. അത് ഞാൻ ചെയ്തു മുന്നിൽ നിന്നാണ് എന്ന് പറഞ്ഞ EP ആണ് ഇപ്പോൾ പറയുന്നത് എല്ലാ പ്രവർത്തകരും അവിടെ പോയി പങ്കെടുക്കേണ്ടതുണ്ടോ എന്ന്. രസകരമായ ഒരു മറുപടിയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഈ ജാഥ എന്ന് പറയുന്നത് എന്തോ പ്രശ്നമുള്ള കാര്യമാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് വിട്ടു നിൽക്കാം. LDF-ലുള്ള ആൾക്കാരും തന്നെ പങ്കെടുക്കേണ്ടതില്ല, CPM-ന്റെ ആൾക്കാർ മാത്രം പങ്കെടുത്താൽ മതി. അതും CPM-ലാണ് എങ്കിൽ പോലും ശ്രീ ജയരാജനെ ഞങ്ങൾ CPM-കാരനായിട്ടല്ല, നേരെ മറിച്ച് LDF-കാരനായിട്ട് കാണുന്നത് എന്നൊക്കെ പറയുക എന്നൊക്കെ പറഞ്ഞത് ഇത്തിരി കൂടുതലല്ലേ എന്നത് ശ്രീ ബലദേവ് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടതാണ്. 2, അദ്ദേഹത്തിനോട് വളരെ രസകരമായിട്ടുള്ള ചില ചോദ്യങ്ങൾ കൂടി ശ്രീ പ്രദീപ് ചോദിച്ചു. അതിലൊന്ന്, ആരെങ്കിലുമായിട്ടുള്ള പിണക്കമുണ്ടോ എന്നൊക്കെയാണ് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് അങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം എന്നാണ്. അതായത് മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറയുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വ്യാഖ്യാനിച്ചോളൂ, എനിക്ക് ആരോടെങ്കിലും പിണക്കമുണ്ടോ? ഇനി ആരാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അതിലെങ്ങും തന്നെ ഈ പ്രതിപക്ഷത്തിനെ പറയുന്നില്ല. നേരെ മറിച്ച് അദ്ദേഹം 1959 കഥകൾ പറയുന്നുണ്ട്. വിമോചന സമരവുമായി ബന്ധപ്പെട്ട് അന്ന് CIA ഫണ്ടിങ്ങിനെ പറ്റി, കേന്ദ്രത്തിൽ നിന്ന് എങ്ങനെയാണ് ഇവിടെ ഉണ്ടായിരുന്ന സർക്കാരിനെ അട്ടിമറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അതിനെ തുലനം ചെയ്യുകയാണ്. അതായത് വിദേശത്ത് നിന്നുള്ള പാശ്ചാത്യ ശക്തികളുടെ പിന്തുണ അന്നുണ്ടായിരുന്നത് പോലെ ഇന്നും ഉണ്ടായിരിക്കാം. അപ്പോൾ പാർട്ടിയിൽ ഇങ്ങനെ അന്തഛിദ്രങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് കാരണം ഒരുപക്ഷെ പുറത്തു നിന്നുള്ള ഏതോ ശക്തിയായിരിക്കും. അത് എനിക്ക് തോന്നിയതാണോ എന്ന് അറിയില്ല. തനിക്കെതിരെയുള്ള ആരോപണത്തിന് പിന്നിലും അത്തരം ശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ടാവാമെന്ന്. ശരിയാണല്ലോ അല്ലെ? അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ തന്നെയാണ്. ഇനി വളരെ രസകരമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇപ്പോ ഇതിനോടകം തന്നെ എനിക്ക് തോന്നുന്നു ശ്രീ ജ്യോതികുമാർ ചാമക്കാലയാണ് ഈ ചർച്ചയിൽ ഇത് പറഞ്ഞത്. വിവാദ വ്യവസായിയായിട്ടുള്ള ഒരാളിന്റെ അമ്മയെ ആദരിക്കുന്ന ചടങ്ങിനെ പറ്റി ചോദിച്ചു. ഈ പ്രൈവറ്റ് ചടങ്ങായിരുന്നു. ഈ പ്രൈവറ്റ് ചടങ്ങ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തെറ്റായ രീതിയിലാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം പിന്നീട് അവരെ വിലക്കുന്നുണ്ട്. അവരെ പേരെടുത്ത് പറഞ്ഞിട്ട് അദ്ദേഹം അവരെ വിമർശിക്കുന്നുമുണ്ട്. ഇത് എവിടെ നിന്ന് ലീക്കായി പോയതാണ് എന്നതിന് അദ്ദേഹത്തിന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ബോധ്യമുള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഒരു മാധ്യമത്തിനെ എതിർക്കുന്നത്.
അതല്ല എങ്കിൽ ആദ്യമായിട്ടാണോ ശ്രീ ഇ പി ജയരാജൻ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രസ്താവനയോ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു ചെയ്തിയെയോ നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനം വിമർശിക്കുന്നതും വാർത്തയാക്കുന്നതും ആദ്യമായിട്ടാണോ? അല്ല. ഇതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്ന സമയത്തൊന്നും തന്നെ മാധ്യമങ്ങളോട് അങ്ങോട്ട് ഐത്തം കാണിക്കാതിരുന്ന ശ്രീ ഇ പി ജയരാജൻ ഇപ്പോൾ പറയുന്നത് എന്താണ്? ഒരു മാധ്യമം എന്നോട് ഇങ്ങനെ പെരുമാറി. അങ്ങനെ ഏതെങ്കിലും ഒരു ആ പെരുമാറിയ ആളുകളോട് അദ്ദേഹത്തിനെതിരെ ചെയ്യുന്ന ആളുകളെ കടന്ന് ഒരു പ്രഭവ കേന്ദ്രത്തെ അദ്ദേഹം കണ്ടുപിടിക്കുകയാണ്. ആ പ്രഭവ കേന്ദ്രത്തോട് താൻ സംസാരിച്ചിട്ടില്ല, കാരണം സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ്. അതുകൊണ്ട് ഈ പണിയെല്ലാം ചെയ്യിക്കുന്നയാളെ അത് നമ്മൾ ഒരു വേള പെട്ടെന്ന് സംശയിച്ചു പോകും, അയ്യോ അത് പി ജയരാജൻ അല്ലേ എന്ന്. കാരണം പി ജയരാജനാണല്ലോ ഈ വിഷയം, വൈദേകം റിസോർട്ട് വിഷയം പാർട്ടിയിൽ ഉന്നയിച്ചത്. പക്ഷെ പിന്നീട് അദ്ദേഹം പി ജയരാജനെ കുറിച്ച് പറയുകയാണ്, ജയരാജൻ അങ്ങനെ എന്നെപ്പറ്റി പരാതിയൊന്നും ഉണ്ടായിരുന്നില്ല, അന്ന് ഈ റിസോർട്ടിന് ഒരു കമ്പനി എന്ന രീതിയിൽ വരാനുള്ള സഹായം ചെയ്തു കൊടുത്തതായിരുന്നു ജയരാജനുള്ള പരാതി, അത് കോർപ്പറേറ്റീവ് സെക്ടറിൽ അല്ലാത്തതുകൊണ്ട് അതായിരുന്നു പരാതിയെന്ന്. അപ്പോൾ അയ്യോ ജയരാജനല്ല എന്നൊരു തോന്നൽ. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ സംശയം എം വി ഗോവിന്ദനിലേക്ക് തിരിയുകയാണ്, അങ്ങനെയാണോ അല്ലയോ എന്ന്. പിന്നെ അതോ ഇതെല്ലാം കടന്നിനി മുഖ്യമന്ത്രിയിലേക്കാണോ അദ്ദേഹത്തിന്റെ വിരൽ ചൂണ്ടുന്നത്, അതുപോലും സംശയിച്ചു പോകും. ഇങ്ങനെ സംശയിക്കുമ്പോൾ അതിന് മറുപടി നൽകേണ്ടത് ആരാണ്? ഇ പി തന്നെയാണ്. പക്ഷെ അദ്ദേഹം എല്ലാവരെയും സംശയമുനയിൽ നിർത്തുകയാണ്. മഞ്ജുഷ, ആ പോയിന്റിലേക്കാണ് ഞാനും എത്താൻ ശ്രമിച്ചത്. നോക്കൂ, ഇവിടുത്തെ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം, ഇപ്പൊ ഈ ദല്ലാളുമായി ബന്ധപ്പെട്ട വാർത്ത വന്നിരിക്കുന്നതിൽ തന്നെ അദ്ദേഹം നോക്കൂ, അദ്ദേഹത്തിന്റെ പ്രത്യക്ഷ ആക്രമണം എന്ന് പറയുന്നത് മാതൃഭൂമി എന്ന സ്ഥാപനത്തിന് നേരെയാണ്. അതിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതേപോലെ തന്നെ ഏഷ്യാനെറ്റ് വന്ന് ഇത് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നതാണ്, പക്ഷെ ഏഷ്യാനെറ്റ് സമാനമായിട്ട് റിപ്പോർട്ട് ചെയ്തില്ല എന്ന് അദ്ദേഹം 2 പ്രാവശ്യം, ഞാനത് ശ്രദ്ധിച്ചു, അദ്ദേഹം പറയുന്നുണ്ട്. എന്റെ കയ്യിലിരിക്കുന്നത് അന്ന് ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വാർത്തയാണ്. അതിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: ദല്ലാൽ നന്ദകുമാറിന്റെ അമ്മയെ ആദരിക്കുന്ന ചടങ്ങിൽ ഇ പി ജയരാജൻ, പ്രതിരോധ ജാഥയിലെ അസാന്നിധ്യം മനഃപൂർവ്വമോ? അപ്പൊ അദ്ദേഹം തന്നെ ഇവിടെ വസ്തുതകളെ വളച്ചൊടിച്ചുകൊണ്ട് ഒരാൾ അല്ലെങ്കിൽ ഒരു മാധ്യമമാണ് എനിക്ക് നേരെ ആക്രമണം താങ്കളിലേക്ക് വരാം. ഞാൻ എനിക്ക് ഇടവേള അത്യാവശ്യമായിട്ട് പോകണം, അതുകൊണ്ടാണ് നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം ഇടവേളയ്ക്ക് ശേഷം.